നമസ്തേ. ഓം നമഃ ശിവായ. നമുക്കറിയാം, ക്ഷേത്രം എന്ന മഹാസങ്കല്പം. അതില് ആചാര്യന്മാര് പറയുന്നത് ക്ഷതാത് ത്രായതേതി ക്ഷേത്ര എന്നാണ്. നാശത്തിൽ നിന്നും നമ്മെ എന്താണ് സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് രക്ഷിക്കുന്നത്, അതാണ് ക്ഷേത്ര സങ്കല്പത്തിന്റെ ആധാരം. ഉത്സവം എന്ന മഹാപ്രക്രിയ, ഉത്സവത്തിന്റെ ആ അർത്ഥം തന്നെ ഉത്ഭവിക്കുക എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുക. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന ആ ദേവതാ ചൈതന്യം നിത്യേനയുള്ള പൂജാ കർമ്മങ്ങളിലൂടെയും താന്ത്രിക കർമ്മങ്ങളിലൂടെ ഒക്കെ ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം, മഹത്തായ, നമുക്ക് നിർവചിക്കാനാവാത്ത ആ മഹത്തായ ദേവ ചൈതന്യം ഉത്സവത്തിലൂടെ, ഉത്സവ എന്ന ക്രിയയിലൂടെ അത് പുറത്തേക്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകി ആ ദേശത്തെയും ആ ഭക്തജനങ്ങളിലേക്കും ഒക്കെ ആ ദേവതാ ചൈതന്യം നിറഞ്ഞ് തുളുമ്പുന്ന അവസ്ഥയാണ് ഈ ഉത്സവം എന്ന മഹാപ്രക്രിയ. അതിമഹത്തരമാണ് അത്. അതിന്റെ താന്ത്രിക കർമ്മങ്ങളും നിഷ്ഠയായിട്ടുള്ള പൂജാ വിധാനങ്ങളോടും കൂടിയാണ് ആ ഉത്സവം തുടങ്ങി പൂർത്തീകരിക്കുന്നത്. പല ക്ഷേത്രങ്ങളിലും പലതരത്തിലുള്ള ഉത്സവക്രിയകളാണ്. പ്രധാനമായിട്ടുള്ള കൊടിയേറ്റ് ഉത്സവമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ആ കൊടിയേറ്റുന്നതിലൂടെ തന്നെ ആ ചൈതന്യം പുറത്തേക്ക് ദേശത്തേക്ക് പ്രവഹിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഈ ഉത്സവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 5ാമത്തെ ഘടകമാണ് അന്നദാനം എന്ന മഹത്തായ പ്രക്രിയ. നമുക്ക് എന്തൊക്കെ നൽകിയാലും ഒരു മനുഷ്യന് തൃപ്തിയാകില്ല. ഒരു വ്യക്തിക്ക് നമ്മൾ അന്നം നൽകി കഴിഞ്ഞാൽ അവനതിൽ തൃപ്തിയാകും. മതി എന്ന് പറയുന്ന ഒരേ ഒരു ഘടകമാണ് ഈ അന്നദാനം എന്ന്. വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം മതി എന്ന് പറയും. അത്രയും തൃപ്തികരമായ ഒരു പൗഷ്ടികർമ്മം കൂടിയാണ് ഈ അന്നദാനം എന്ന മഹത്തായ പ്രക്രിയ. അപ്പോൾ ഒരു ക്ഷേത്രമെന്ന സങ്കല്പം ഉയരുന്നതിന്, അല്ലെങ്കിൽ ഉത്തരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോഴാണ് ഒരു ക്ഷേത്രമെന്ന മഹാസങ്കല്പത്തിന് ഉന്നതി ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ് ഈ ഉത്സവം എന്ന മഹാപ്രക്രിയ. ഓം നമഃ ശിവായ.